തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ അന്വേഷണം. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. അതേസമയം നേഹയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു അല്ലേ? അല്പസമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങളുമായി വിനയ രാജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരും. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതേസമയം അന്വേഷണം റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനയുണ്ട് നമ്മളോടൊപ്പം. വിനയ, എന്തായാലും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഏറെ സ്വാഗതാർഹമാണ്. തീർച്ചയായും കാളിദാസ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നെയ്യാറ്റിൻകരയിലുള്ള ചെങ്കൽ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ അല്പസമയം മുമ്പ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലും സ്കൂളും പരിസരവും മറ്റും തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ സംഘം ആദ്യം ആരോഗ്യ സംഘമായിരുന്നു പരിശോധന നടത്തിയതെങ്കിൽ പിന്നീട് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടത്തിയിരുന്നു. പ്രധാനമായും സ്കൂളും പരിസരവും കാടുമൂടിയ നിലയിൽ തന്നെയാണെന്നാണ് ഈ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ 51 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ആ സ്കൂളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിക്ക് പാമ്പുകടി ഏറ്റിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും സ്കൂളും പരിസരം വൃത്തിയാക്കണമെന്ന സർക്കുലർ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാടുമൂടിയ സംഭവമെല്ലാം, ഈ സ്കൂളും പരിസരവും എല്ലാം കാടുമൂടിയ നിലയിലെല്ലാം തന്നെ കാണുന്നത്. ഇതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാരടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ എന്ത് വിശ്വസിച്ചിട്ടാണ് വിദ്യാർത്ഥികളെ, തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതെന്നടക്കം തന്നെ ചോദിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരടക്കം തന്നെ രംഗത്തെത്തിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള നേഹയ്ക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ചെങ്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീടാണ് ഈ നെയ്യാറ്റിൻകരയിലുള്ള ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥി നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഈ ഡോക്ടർമാരടക്കം തന്നെ എന്തായാലും വ്യക്തമാക്കുന്നത്. എന്തായാലും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് എന്തായാലും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ.